السلام عليكم ورحمة الله. الحمد لله نحمده ونصلي على رسول الكريم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹത്തിന്റെ സഹപാഠി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാം ഇവിടെ ഒരുമിച്ചുകൂടിയുള്ള സ്വാധീനങ്ങളെ സ്വീകരിക്കുവാനാകട്ടെ. നല്ലത് പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ പ്രാർത്ഥിക്കാനാണ് തോന്നിയിട്ടുള്ളതും നാം അനുഗ്രഹിക്കുവാനാകട്ടെ. قال الله تعالى في القرآن: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة. തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന് ഉത്തമമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖിയാമത്ത് മനുഷ്യർക്ക് ഉത്തമ മാതൃകയാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിപരമായും സാമൂഹികപരമായും എല്ലാ ജീവിതത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാർഗദർശനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാർഗദർശനമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഒരു മേഖല പോലും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് മനുഷ്യർ നിസ്സാര കാലത്തിൽ പോലും തമ്മിൽ പോരടിച്ചിരുന്നു. സൽഗുണങ്ങളെ പരിഗണിച്ചുകൊണ്ട് നല്ലതെന്ന് പറയാൻ ഒരു സംഭവം അതുണ്ടായിരുന്നില്ല. സൽഗുണത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും സ്ഥാനം വഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നില്ല. നീതി നിറഞ്ഞ ഭരണകൂടമോ നന്മ കൽപ്പിച്ചിരുന്ന ഒരു മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം വെറും 23 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഈ നീതിമായിട്ടുള്ള ജീവിതം മാറുകയും മനുഷ്യനെ സംസ്കരിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതത്തെ ലോകത്തിന് വേണ്ടി നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പിൻപറ്റുകയാണെങ്കിൽ ഇഹലോകത്തും വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതം അവഗണിച്ചുകൊണ്ട് പലരുടെയും ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് ലോകത്ത് പരാജയം സമ്മാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പഠിക്കാനും പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.